എന്താ ആരും കയറാത്തെ? 4 പേരേ ഉള്ളൂല്ലോ. അത് മിസ്സേ കേൾക്കുന്നില്ല അശ്വതി. ലാസ്റ്റ് അവര് കുറച്ച് ലേറ്റ് ആയിട്ടാ വിട്ടത്. എന്തെല്ലാം പറയുന്നുണ്ടോ അശ്വതി? എന്തെല്ലാം പറയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. കേൾക്കുന്നില്ല എനിക്ക്. ഓക്കെ. സോ FC കണക്ടിവിറ്റിയിൽ ലാസ്റ്റ് അവർ ലേറ്റ് ആയിട്ടാ. ഓക്കെ 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 ഓക്കെ. So FC connectivity, 3 basic interconnectivity options are the point-to-point, arbitrated loop and fabric connect. Okay. So point-to-point നമുക്കറിയാവുന്നതാണ് dedicated channel അല്ലേ, between two devices. Okay. Point-to-point is the simplest FC configuration. Two devices are connected directly to each other. In the FCAL configuration, devices are attached to a shared loop. ഓരോന്ന് പറയുന്നതാണ് കേട്ടോ. ഫസ്റ്റ് പോയിന്റ് ടു പോയിന്റ് പറഞ്ഞു, ദെൻ FCAL ആർബിട്രേറ്റഡ് ലൂപ്പിൻ്റെ പറഞ്ഞു, ഒരു ഷെയർഡ് ലൂപ്പാണ്. ഓക്കെ. ദെൻ ഫൈബർ ചാനൽ സ്വിച്ചഡ് ഫാബ്രിക്, നമ്മുടെ നമ്മൾ നേരത്തെ പറഞ്ഞ ഫാബ്രിക് കണക്ട്, അത് വേറൊരു പേരാണ്, ഫൈബർ ചാനൽ സ്വിച്ചഡ് ഫാബ്രിക്. ഓക്കെ, രണ്ടും സെയിം ആണ്. ആൻഡ് ദാറ്റ് നെറ്റ്വർക്ക് പ്രൊവൈഡ്സ് ഇന്റർകണക്റ്റഡ് ഡിവൈസസ്, ഡെഡിക്കേറ്റഡ് ബാൻഡ്വിഡ്ത്ത് ആൻഡ് സ്കേലബിലിറ്റി. The addition or removal of a device in a switched fabric is minimally disruptive. That means it does not affect the ongoing traffic between other devices. Okay, ഇത് ഫുള്ള് ഈ പറഞ്ഞ കാര്യങ്ങൾ ഫുള്ള് നമ്മുടെ മൂന്നാമത്തെ കണക്ടിവിറ്റീനെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഫാബ്രിക് കണക്ട് ഓർ ഫൈബർ ചാനൽ സ്വിച്ച്ഡ് ഫാബ്രിക്. ഓക്കെ, അപ്പം ഇനി 1 by 1 ആയിട്ട് ഓരോന്ന് നോക്കുകയാണ്. ഈ 1 by 1 ഓരോ സ്ട്രക്ചർ തന്നിട്ടുള്ളതാണ്. ദിസ് ഇസ് പോയിന്റ് ടു പോയിന്റ് അല്ലേ. സെർവേഴ്സും സ്റ്റോറേജ് അറേയും തമ്മിൽ എന്താണ്, ഒരു ഡെഡിക്കേറ്റഡ് പാത്ത് ഉണ്ട് അവിടെ അല്ലേ. ദെൻ ഫൈബർ ചാനൽ ആർബിട്രേറ്റഡ് ലൂപ്പാണ് ഈ ഒരു ഡയഗ്രാം. യൂസിങ് ഹബ്ബ് വെച്ചിട്ടാണ് ഫൈബർ ചാനൽ ആർബിട്രേറ്റഡ് ലൂപ്പ് ആ ഒരു കണക്ടിവിറ്റി ചെയ്തിട്ടുള്ളത് അല്ലേ. എല്ലാവരും എന്താ ചെയ്യുന്നത്, ബാൻഡ് വിഡ്ത്ത് ഷെയർ ചെയ്യുകയാണ്. ഒരു ഷെയർഡ് ലൂപ്പിലാണ് ഈ ഡിവൈസസ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടേക്കുള്ളത്. ഓക്കെ, ദെൻ ഫൈബർ ചാനൽ സ്വിച്ച്ഡ് ഫാബ്രിക്. ഫൈബർ ചാനൽ സ്വിച്ച്ഡ് ഫാബ്രിക് എന്ന് പറയുന്ന സമയത്ത് അവിടെ നമ്മൾ സ്വിച്ച് യൂസ് ചെയ്യുന്നു. വി റീപ്ലേസ്ഡ് അവർ ഹബ് വിത്ത് എ സ്വിച്ച്, FC സ്വിച്ച്. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് നോട്ട് പോർട്ട്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു, FC പോർട്ട്സ് അല്ലേ. എൻ പോർട്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ സെർവറിൽ അല്ലെങ്കിൽ സ്റ്റോറേജ് അറയിൽ കാണുന്ന പോർട്ടാണ് എൻ പോർട്ട്. ഓക്കെ, ദെൻ എഫ് പോർട്ട് എന്ന് പറയുന്ന സമയത്ത് എൻ എൽ പോർട്ട് എന്ന് പറയുന്ന സമയത്ത് എന്താ ഇവിടെ കാണുന്നത്, നോട്ട് പോർട്ട് അല്ലെങ്കിൽ സ്റ്റോറേജ് പോർട്ട് തന്നെയാണ് NL പോർട്ട്. ഓക്കെ, ഹബ്ബ് യൂസ് ചെയ്തിട്ടുള്ള ഫൈബർ ചാനൽ ആർബിട്രേറ്റഡ് ലൂപ്പിൽ പോസ്റ്റിലോ സ്റ്റോറേജ് അറയിലോ ആയിട്ട് കാണുന്നതാണ് NL പോർട്ട്. ഓക്കെ, ദെൻ അതിനുശേഷം നമ്മൾ കണ്ട പോർട്ട് ഏതായിരുന്നു, ഈ പോർട്ട്. ഓക്കെ, ഈ പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വിച്ചസ് തമ്മിൽ കണക്ട് ചെയ്യാനുള്ള പോർട്ടുകളായിരുന്നു അല്ലേ. അത് നമ്മുടെ ഫൈബർ ചാനൽ സ്വിച്ച്ഡ് ഫാബ്രിക്കിൽ യൂസ് ചെയ്യുന്നതാണ് ഈ പോർട്ട്. ഈ ഒരു FC സ്വിച്ചിൻ്റെ ഈ പോർട്ട് വേറൊരു FC സ്വിച്ചിൻ്റെ ഈ പോർട്ടുമായിട്ടാണ് കണക്ട് ചെയ്യുക. ഓക്കെ, ദെൻ എഫ് പോർട്ട് സ്വിച്ചിലുണ്ടാവുന്ന എൻ പോർട്ടും എഫ് പോർട്ടും ആയിരിക്കും കണക്ട് ചെയ്യുക. ഓക്കെ, ഇവിടെ എഫ് പോർട്ട്, ഇവിടെ എൻ പോർട്ട്. സെയിം ഹിയർ, ഇവിടെ എൻ പോർട്ട്, ഇവിടെ എഫ് പോർട്ട്. ഓക്കെ, ദെൻ FL പോർട്ട്. FL പോർട്ട് ഇവിടെ ഫൈബർ ചാനൽ ആർബിട്രേറ്റഡ് ലൂപ്പിലായിരിക്കും FL പോർട്ട് ഉണ്ടാവുക. ഓക്കെ, NL പോർട്ട് കണക്റ്റഡ് ടു FL പോർട്ട്. ഓക്കെ, അപ്പോൾ ഈ എഫ് പോർട്ട് നമ്മൾ കണ്ടിട്ടുള്ള സ്വിച്ചിൽ മാത്രമുള്ളതാണ്, അതൊരിക്കലും FCAL വരില്ല. ഓക്കെ, ദെൻ ജി പോർട്ട് ഒന്നല്ലെങ്കിൽ ഈ പോർട്ടായിട്ട് ആക്ട് ചെയ്യും, അല്ലെങ്കിൽ എഫ് പോർട്ടായിട്ട് ആക്ട് ചെയ്യും. എങ്ങനെ ആക്ട് ചെയ്യണം എന്നുള്ളത് അതിൻ്റെ ഇനീഷ്യലൈസേഷൻ സമയത്ത് പറയും. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ അതിൽ? ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യമാണ്, ജസ്റ്റ് ഒന്ന് ഡയഗ്രാം വെച്ച് ഒന്നും കൂടി പറഞ്ഞേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? റെസ്പോണ്ട് ചെയ്യൂ.
ഹലോ, പിള്ളേരെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോന്ന്? കേൾക്കുന്നില്ലേ ഞാൻ പറയുന്നത്? ഓക്കെ. അഭിലാഷ് അശ്വതി, ഓക്കെ. ഇനി നെക്സ്റ്റ് എഫ് സി കണക്ടിവിറ്റി. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇത് പോയിന്റ് ടു പോയിന്റ് FCAL ഹബ് വെച്ചിട്ടുള്ളത്. ദെൻ FCSF അല്ലെങ്കിൽ ഫാബ്രിക് കണക്ട്. ഓക്കെ, ഈ 1 by 1 ആയിട്ട് ഓരോന്ന് നോക്കുകയാണ്. സോ point to point, the simplest FC configuration, two devices are connected directly to each other. So this configuration provides a dedicated connection for data transmission between two nodes. Between nodes. ഇതിൻ്റെ ലിമിറ്റേഷൻസ് ആണ് പിന്നെ പറയുന്നത്. ലിമിറ്റഡ് കണക്ടിവിറ്റി ആണ്, ബിക്കോസ് ഓൺലി ടു ഡിവൈസസ് ക്യാൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഈച്ച് അതർ അറ്റ് എ ഗിവൺ time, and it cannot be scaled to accommodate a larger number of network devices. And standard DAS uses point-to-point connectivity. Standard DAS എന്തായിരുന്നു? ഡയറക്റ്റ് അറ്റാച്ച്ഡ് സ്റ്റോറേജ് അല്ലേ? ഡയറക്റ്റ് അറ്റാച്ച്ഡ് ആണ്, പോയിന്റ് ടു പോയിന്റ് കണക്ടിവിറ്റി ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, പോയിന്റ് ടു പോയിന്റിൽ ഡൗട്ടൊന്നും വരാൻ ചാൻസ് ഇല്ല. ഉണ്ടോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? പോയിന്റ് ടു പോയിന്റ് അറിയാവുന്നതല്ലേ? റെസ്പോണ്ട് ചെയ്തേ. റെസ്പോണ്ട് ചെയ്യൂ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് കാര്യമായിട്ട് നോക്കാനുള്ളത് FCAL, ഫൈബർ ചാനൽ ആർബിട്രേറ്റഡ് ലൂപ്പും FCSW അല്ലേ? ഫൈബർ ചാനൽ സ്വിച്ച്ഡ് ഫാബ്രിക്കും. ഓക്കെ, സോ FCAL, ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു ഹബ്ബാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഡിവൈസസ് ആർ അറ്റാച്ച്ഡ് ടു എ ഷെയർഡ് ലൂപ്പ് അല്ലേ? ഇൻ ദ FCAL configuration, devices are attached to a shared loop. FCAL has the characteristics of a token ring topology and a physical star topology. ഓക്കെ, എങ്ങനെയായിരുന്നു ടോക്കൺ റിംഗ് ടോപ്പോളജി ഒക്കെ? ഒരു ടോക്കൺ ഉണ്ടാവും, അത് ആ റിങ്ങിൽ ഏതൊക്കെ ഡിവൈസസ് ആണോ ഉള്ളത് ആ ടോക്കൺ ഇങ്ങനെ പാസ് ചെയ്യാണ് അല്ലേ? എന്നിട്ട് അറ്റ് എ ടൈം ഏതെങ്കിലും ഒരു ഡിവൈസ് ആയിരിക്കും ഈ ഓപ്പറേഷൻ നടത്തുക അല്ലേ? Okay, so FCAL has the characteristics of a token ring topology and a physical star topology. Each device contains its other devices to perform IO operation. So here, devices on the loop must arbitrate to gain control of the loop. Okay. അപ്പം ഇവിടെ നമ്മൾ പറയുന്നത് ഫൈബർ ചാനൽ ആർബിട്രേറ്റഡ് ലൂപ്പിനെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ ഒരു ഡിവൈസിന് ഒരു IO ഓപ്പറേഷൻ നടത്തണമെങ്കിൽ, ഒരു ഡാറ്റ ട്രാൻസ്മിഷൻ നടത്തണമെങ്കിൽ, ഫസ്റ്റ് ഇറ്റ് ഷുഡ് ആർബിട്രേറ്റ് ടു ഗെയിൻ കൺട്രോൾ ഓഫ് ദി ലൂപ്പ്. ഓക്കെ, അതെങ്ങനെയാണ് ചെയ്യാന്നൊക്കെ വിശദമായിട്ട് വരുന്നുണ്ട്. ഓക്കെ, സോ അറ്റ് എനി ഗിവൺ ടൈം ഓൺലി വൺ ഡിവൈസ് ക്യാൻ പെർഫോം IO ഓപ്പറേഷൻസ് ഓൺ ദി ലൂപ്പ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ഡിവൈസിനെ IO ഓപ്പറേഷൻ നടത്താൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ which is similar to our token ring configuration or physical star topology. Then here no intermediate devices will be there. Okay. Here we use hub, already പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, അപ്പം ഇതിൻ്റെ ലിമിറ്റേഷൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താ? ഷെയർസ് ദ ബാൻഡ്വിഡ്ത്ത് ഇൻ ദ ലൂപ്പ് അല്ലേ? ആൻഡ് ഓൺലി വൺ ഡിവൈസ് ക്യാൻ പെർഫോം IO ഓപ്പറേഷൻസ് അറ്റ് എ ടൈം. So each device has to wait for its turn to process an IO request. Okay, the speed of data transmission is low in an FCAL topology. Okay, then FCAL uses 8-bit addressing. It can support up to 127 devices on a loop, and adding or removing a device result in a loop reinitialization, which can cause a momentary pause in loop traffic. Okay, ആഡ് ചെയ്യുന്നതും റിമൂവ് ചെയ്യുന്നതും എന്ത് ചെയ്യുന്നു? കറണ്ട് ട്രാഫിക്കിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ 3 കാര്യങ്ങളാണ് ഇതിൻ്റെ ലിമിറ്റേഷൻസ് വന്നിട്ട്. ഓക്കെ, നെക്സ്റ്റ് എങ്ങനെയാണ് ഒരു FCAL ട്രാൻസ്മിഷൻ നടക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഒരു FCAL ട്രാൻസ്മിഷൻ ഇത് നമ്മുടെ ഹബ്ബാണ്. ഓക്കെ, നടുക്കുള്ള ഇൻ്റർമീഡിയറ്റ്
നെറ്റ്വർക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഓക്കെ ഹബ്ബാണ്. 4 പോർട്സ് ഉണ്ട് ഈ ഹബിൽ. അതുപോലെ തന്നെ നമുക്ക് 4 നോഡ്സ് ഉണ്ട്. നോഡ് എ, നോഡ് ബി, നോഡ് സി, നോഡ് ഡി. ഓക്കെ ഓക്കെ നമ്മൾ ഫുൾ ഡ്യൂപ്ലക്സ് ലിങ്ക് ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ ദെൻ ഇവിടെ ഈ ഒരു എക്സാമ്പിൾ പറഞ്ഞേക്കുന്നത് നോഡ് എക്ക് നോഡ് ബിയിലേക്ക് ഒന്ന് ഡാറ്റ ട്രാൻസ്മിഷൻ നടത്തണം. ഓക്കെ അപ്പം ഫസ്റ്റ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു ആർബിട്രേറ്റ് ചെയ്യണം. A node must arbitrate to gain the control of the loop അല്ലേ. സോ എ എന്നുള്ളതാണ് ഇനീഷ്യേറ്റർ. സോ ആ നോഡ് എ ഒരു ആർബിട്രേറ്റ് ഫ്രെയിം ഈ ലൂപ്പിലേക്ക് ഇൻസേർട്ട് ചെയ്യണം. ഓക്കെ ആ ഒരു ആർബിട്രേറ്റ് ഫ്രെയിം. ഓക്കെ അപ്പം ഒരു ശരിക്കും പറഞ്ഞാൽ അറ്റ് എ ടൈമിൽ ഒരു ഡിവൈസിനെ മാത്രമേ IO ട്രാൻസ്മിഷൻ നടത്താൻ പറ്റുള്ളൂ. അത് ആര് നടത്തണം? ഇപ്പോൾ അറ്റ് എ ടൈം തന്നെ 2 ഡിവൈസസ് റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ 2 ഡിവൈസിലെ ഹയർ പ്രയോറിറ്റി ആർക്കാണോ അയാളായിരിക്കും പിന്നീട് ഡാറ്റ ട്രാൻസ്ഫർ നടത്തുക. ഓക്കെ അപ്പം ഈ പ്രയോറിറ്റി is determined on the basis of arbitrated loop, physical address and loop ID. ഈ 2 കാര്യങ്ങൾ വെച്ചിട്ടാണ് ആർബിട്രേറ്റഡ് ലൂപ്പ്, ഫിസിക്കൽ അഡ്രസ് ആൻഡ് ലൂപ്പ് ID വെച്ചിട്ടാണ് ആ പ്രയോറിറ്റി കണ്ടെത്തുന്നത്. ഓക്കെ പ്രയോറിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഓക്കെ സോ ഇവിടെ നമ്മൾ പറഞ്ഞു എ എന്നുള്ള നോഡ് എക്ക് നോഡ് ബിക്ക് ഒരു ഡാറ്റ ട്രാൻസ്മിഷൻ നടത്തണം. സോ നോഡ് എ ഫസ്റ്റ് ഒരു ആർബിട്രേഷൻ ഫ്രെയിം നമ്മുടെ ലൂപ്പിലേക്ക് സെൻഡ് ചെയ്തു. ഓക്കെ ആ ആർബിട്രേഷൻ ഫ്രെയിം നേരെ ഇങ്ങോട്ടാണ് പോയിട്ടുള്ളത്, അതായത് നോഡ് ഡിയിലേക്ക് പോയി. ഓക്കെ നോഡ് ഡിയിലേക്ക് ആർബിട്രേഷൻ ഫ്രെയിം പോയി. സോ നോഡ് ഡി ആർബിട്രേഷൻ ഫ്രെയിം കണ്ടു. ഹയർ പ്രയോറിറ്റിയുടെ ആർബിട്രേഷൻ ഫ്രെയിം ആണ് കണ്ടതും നോഡ് ഡി എന്ത് ചെയ്തു? നോഡ് ഡി ഐഡിയൽ സ്റ്റേറ്റിലേക്ക് പോയി. ദെൻ ആ ഒരു ആർബിട്രേഷൻ ഫ്രെയിം ഈസ് പാസ്ഡ് ടു നോഡ് സി. ഓക്കെ നോഡ് സിയും എന്ത് ചെയ്തു? ഹയർ പ്രയോറിറ്റി ആർബിട്രേഷൻ ഫ്രെയിം ആണ് കണ്ടുകൊടുക്കുന്നത്. നോഡ് സിയും ഐഡിയൽ സ്റ്റേറ്റിലോട്ട് പോയി. പിന്നെ ആ ഒരു ഫ്രെയിം പാസ് ചെയ്യുന്നത് നോഡ് ബിയിലേക്കാണ്. ഓക്കെ സോ നോഡ് ബിയും ഐഡിയൽ സ്റ്റേറ്റിലോട്ട് പോയി. ഓക്കെ ദെൻ സെയിം ആർബിട്രേഷൻ ഫ്രെയിം എങ്ങോട്ടേക്ക് പോകുന്നു? നോഡ് എയിലേക്ക് പോകുന്നു. ഓക്കെ സോ ആ ഒരു ആർബിട്രേഷൻ ഫ്രെയിം നോഡ് എയിലേക്ക് കിട്ടിയപ്പം പിന്നെ എന്ത് മനസ്സിലായി? എക്ക് കൺട്രോൾ കിട്ടി, ഈ ഒരു ലൂപ്പിൻ്റെ കൺട്രോൾ കിട്ടി എന്നുള്ളത് മനസ്സിലായി. ദെൻ എ ഡാറ്റ ട്രാൻസ്മിഷൻ നടത്തും. ഓക്കെ ഓക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? FCAL എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? പറഞ്ഞേ, ഒന്നുകൂടി പറയണോ? റെസ്പോണ്ട് ചെയ്യൂ. ഓക്കെ ആണ്. അതുപോലെ മാത്രമേ ഓക്കെ ആയുള്ളൂ? ബാക്കി ആർക്കും മനസ്സിലായില്ലേ? റെസ്പോണ്ട് ചെയ്യൂ. ഓക്കെ FCAL ഹബ്ബ് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. നമ്മുടെ റിംഗ് ടോപ്പോളജി പോലെ തന്നെയാണ്. അവിടെ ടോക്കൺ ആണെങ്കിൽ ഇവിടെ എന്താണ്? ആർബിട്രേറ്റ് ഫ്രെയിം ആവുന്ന മാത്രം അല്ലേ? ആ ആർബിട്രേറ്റ് ഫ്രെയിം എല്ലാ നോട്ട്സിലേക്കും നമ്മൾ ഫോർവേഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് എല്ലാ നോട്ട്സും പ്രയോറിറ്റി അനുസരിച്ചിട്ട് ബാക്കി എല്ലാ നോട്ട്സും ഐഡിലാവുന്നു. തിരിച്ച് ആർബിട്രേറ്റ് ഫ്രെയിം നമ്മുടെ ഇനീഷ്യേറ്ററിലേക്ക് തന്നെ എത്തുന്നു. ദാറ്റ് മീൻസ് our initiator gain the control of the loop അല്ലേ? Then it starts communicating with the target node. ഓക്കെ അപ്പം FCAL ഹബ്ബ് വെച്ചിട്ടുള്ളത് അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ഫൈബർ ചാനൽ സ്വിച്ച്ഡ് ഫാബ്രിക്. ഓക്കെ സോ ഇവിടെ എന്താ പറയുക, ഇപ്പം നമ്മൾ നേരത്തെ കണ്ട FCAL 2-3 ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. നമ്മുടെ എന്താ ഡാറ്റ ട്രാൻസ്മിഷൻ സ്പീഡ് ലോ ആണ് ബിക്കോസ് വി ഷെയർ ദ ബാൻഡ്വിഡ്ത്ത് അല്ലേ? പിന്നെ അതുപോലെ നമ്മളൊരു പുതിയൊരു നോഡ് ആഡ് റിമൂവ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് വിൽ ഡിസ്റ്റർബ് അവർ കറണ്ട് ട്രാഫിക്
അല്ലേ? അതൊക്കെ ഇവിടെ സോൾവ് ആവുന്നുണ്ട്. ഓക്കെ, ഫൈബർ ചാനൽ സ്വിച്ച് ഫാബ്രിക് നെറ്റ്വർക്ക് പ്രൊവൈഡ്സ് ഇന്റർകണക്റ്റഡ് ഡിവൈസസ് ഡെഡിക്കേറ്റഡ് ബാൻഡ്വിഡ്ത്ത് ആൻഡ് scalability. Okay, the addition or removal of a device in a switched fabric is minimally disruptive. It does not affect the ongoing traffic between other devices. It is also referred to as fabric connect, നമ്മൾ നേരത്തെ കണ്ടു. And a fabric is a logical space in which all nodes communicate with one another in a network. Okay. ഓക്കെ, അപ്പം ഇവിടെ സ്വിച്ചിന് നമുക്കൊരു ഡൊമൈൻ ഐ ഡി ഉണ്ടാവും. ഓക്കെ, ഒരു ഡൊമൈൻ ഐഡൻറ്റിഫയർ. അത് ശരിക്കും പറഞ്ഞാൽ അഡ്രസ്സിങ്ങിൽ വരും. ഓക്കെ, ആ ഒരു ഡൊമൈൻ ഐ ഡി, ഏരിയ ഐ ഡി, ദെൻ പോർട്ട് ഐ ഡി, അങ്ങനെയാണ് അഡ്രസ്സിങ്ങിൽ വരിക. ഓക്കെ, അപ്പോൾ ഓരോ സ്വിച്ചിനും, നമ്മുടെ ഫാബ്രിക്കിലുള്ള ഓരോ സ്വിച്ചിനും ഒരു ഡൊമൈൻ ഐ ഡി ഉണ്ടാകും. ആൻഡ് ഹിയർ വി ഡസൻ ഷെയർ എ ലൂപ്പ്. ഇവിടെ ഒരു ഡെഡിക്കേറ്റഡ് പാത്ത് ആണുള്ളത്. ഓക്കെ, ആൻഡ് ഇവിടെ ടയേഴ്സ് ആണുള്ളത്. അപ്പോൾ ഈ ടയേഴ്സ് നമ്മൾ വീണ്ടും കാണും ടോപ്പോളജിയിൽ, വീണ്ടും കാണും FC ടോപ്പോളജിയിൽ. ഓക്കെ, അപ്പം ടയേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ എത്ര സ്വിച്ചസ് പാസ് ചെയ്തിട്ടാണ് ഡാറ്റ നമ്മുടെ ഇപ്പോൾ നമ്പർ ഓഫ് ഹോപ്സ് പോലെ തന്നെയാണ് ഇവിടെ ഒരു ടയേഴ്സ് പറയുന്ന സമയത്ത്. ഓക്കെ, നമ്മുടെ സ്വിച്ചസ് ആഡ് ചെയ്യുന്ന സമയത്ത് ഒരൊറ്റ സ്വിച്ചേ പാസ് ചെയ്യണ്ടു എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ നമ്പർ ഓഫ് സ്വിച്ച് ആഡ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ സ്പീഡൊന്ന് കുറയും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ടോപ്പോളജിയിൽ വീണ്ടും കാണും, FC ടോപ്പോളജിയിൽ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ട്രാൻസ്മിഷൻ പറയുകയാണെങ്കിൽ ഇങ്ങനെയാണ് ഇവിടെ ഉണ്ടാവുന്നത്. ഓക്കെ, നമ്മുടെ സ്വിച്ചാണ് നിൽക്കുന്നത്. ഓക്കെ, നോഡ് എ, നോഡ് ബി, നോഡ് സി, നോഡ് ഡി ഉണ്ട്. അപ്പോൾ നോഡ് എക്ക് നോഡ് ബീനെ എന്തെങ്കിലും ഒരു ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് എ ആൻഡ് ബി ഷുഡ് ലോഗിൻ. ഓക്കെ, ഫസ്റ്റ് ലോഗിൻ ചെയ്യുക. ദെൻ അപ്പോൾ തന്നെ അവർക്കൊരു ഡെഡിക്കേറ്റഡ് ഒരു ചാനലുണ്ട്, അതുവഴി എന്ത് ചെയ്യാം, ഡാറ്റ ട്രാൻസ്മിഷൻ നടത്താം. അത്രയേ ഉള്ളൂ. ഓക്കെ, ഒരു ആർബിട്രേറ്റ് ഫ്രെയിമോ ഒന്നുമില്ല. സോ SW uses switches that are intelligent devices. They can switch data traffic from an initiator node to a target node directly through switch ports. Frames are routed between source and destination by the fabric. If node B wants to communicate with node D, nodes should individually log in first and then transmit data via the FCSW. This link is considered a dedicated connection between the initiator and target. Okay. സോ FC കണക്ടിവിറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ. ഓക്കെ അഭിലാഷ്, സോ FC കണക്ടിവിറ്റിയിൽ 3 കണക്ടിവിറ്റി ഓപ്ഷൻസ് ആണുള്ളത്. പോയിന്റ് ടു പോയിന്റ്, FCAL ഫൈബർ ചാനൽ ആർബിട്രേറ്റഡ് ലൂപ്പ്, ദെൻ FCSW ഫൈബർ ചാനൽ സ്വിച്ചഡ്. ഓക്കെ, ഫൈബർ ചാനൽ സ്വിച്ചഡ് ഫാബ്രിക്, അതിൻ്റെ വേറൊരു പേരാണ് ഫാബ്രിക് കണക്ട്. ഓക്കെ, അപ്പം അത് എഴുതുന്ന സമയത്ത് ഈ ഒരു ട്രാൻസ്മിഷൻ കൂടി എഴുതാൻ നോക്കുക. ഓക്കെ, ഈ ട്രാൻസ്മിഷൻ്റെ ഈ ഡയഗ്രാം കൂടി ഒന്ന് ഉൾപ്പെടുത്തിയിട്ട് എഴുതാൻ നോക്കാം. ഇങ്ങനെ ഇതുപോലെ എക്സാമ്പിൾ വെച്ചിട്ട് നോഡ് എക്ക് നോഡ് ബിക്ക് കൊടുക്കണം. സോ ഫസ്റ്റ് നോഡ് എ ഒരു ട്രാൻസ്മിഷൻ ഫ്രെയിം ലൂപ്പിൽ ഇൻസേർട്ട് ചെയ്തു, അത് നോഡ് ഡി വാങ്ങി. ആ രീതിയിൽ ഒരു എക്സാമ്പിൾ വെച്ച് തന്നെ പറയുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഓക്കെ, ഇനി നെക്സ്റ്റ് FC ആർക്കിടെക്ചർ ആണുള്ളത്. ഓക്കെ, FC ആർക്കിടെക്ചറിൽ നമ്മൾ ഫസ്റ്റ് ഫൈബർ ചാനൽ പ്രോട്ടോകോൾ സ്റ്റാക്ക് കാണും, ദെൻ ഫൈബർ ചാനൽ അഡ്രസ്സിങ് കാണും. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഡൊമൈൻ ID, അഡ്രസ് ID, പോർട്ട് ID ഈ ഒരു രീതിയിൽ വരുന്നത്. ഓക്കെ, ദെൻ വേർഡ് വൈഡ് നെയിംസ്, FC ഫ്രെയിംസ്. ഓക്കെ, സോണിങ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ലോജിക്കൽ പാർട്ടീഷനിങ് ഓഫ് SAN. ജസ്റ്റ് ഒരു സെൻറ്റൻസേ പറഞ്ഞിട്ടുള്ളൂ, പിന്നീട് വിശദമായിട്ട് കാണും എന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഓക്കെ,
ഓക്കെ, അപ്പോൾ FC ആർക്കിടെക്ചർ. ഓക്കെ, FC ആർക്കിടെക്ചറിനെ കുറിച്ച് പറയുന്നതാണ് ഇവിടെ. ജസ്റ്റ് ചെറിയൊരു ഇൻട്രോ പോലെ പറയുന്നതാണ്. It represents true channel or network integration with standard interconnecting devices. Connections in a SAN are accomplished using FC, Fiber Channel Protocol. FCP is the implementation of serial SCSI3 over a FC network. In the FCP architecture, all external and remote storage devices attached to the SAN appear as local devices to the host operating system. Okay. External and remote storage devices will appear as local devices to the host operating system. ഓക്കെ, പിന്നെ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് പറഞ്ഞിട്ടുള്ളതാണ്. സസ്റ്റെയിൻ ട്രാൻസ്മിഷൻ ബാൻഡ്വിഡ്ത്ത് ഓവർ ലോങ് ഡിസ്റ്റൻസ്, സപ്പോർട്ട് ഫോർ എ ലാർജർ നമ്പർ ഓഫ് അഡ്രസ്സബിൾ ഡിവൈസസ് ഓവർ എ നെറ്റ്വർക്ക്, then exhibits the characteristics of a channel transport and provides speeds up to 8.5 gigabytes per second. ഓക്കെ, ഇത് FCPൻ്റെ അഡ്വാൻറ്റേജസ്, കീ അഡ്വാൻറ്റേജസ് ആണ് ഈ 3 കാര്യങ്ങളും. ഓക്കെ, then ഫൈബർ ചാനൽ പ്രോട്ടോകോൾ സ്റ്റാക്ക് 5 ലെയർ ആയിട്ടാണുള്ളത്. ഓക്കെ, ഹലോ, നിങ്ങൾ കേൾക്കുന്നുണ്ടോ? അതൊക്കെ സ്പീഡ് കൂടുന്നുണ്ടോ? സ്പീഡ് കൂടുന്നുണ്ടോ? സ്ലോ ആക്കണോ? ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ, എന്താണെങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് അറ്റൻഡൻസ് എടുക്കട്ടെ കേട്ടോ. അഭിലാഷ്, അഭിനവ്, അൻസബ്, അനുശ്രീ, അർജുൻ, അശ്വിൻ, ഓക്കെ, അതുൽ ദിനേഷ്, അതുൽ ദിനേഷ് ആബ്സെന്റ്, അതുൽ സത്യപാൽ, ഫബിന ആബ്സെന്റ്, ഫജർ, ജാസിം, മിഥിലാജ്, ഓക്കെ, മൃദുല, ജാസിൽ, രമേശ്, ശരത്, ഓക്കെ, ശരത് ആബ്സെന്റ്, ഷപ്ന, സൗരഭ്, ശ്രീരാജ്, സുബിൻ, വിഷ്ണു, അമൃത, അശ്വതി, ഹരിത, അമൽ. ഓക്കെ, ഫബിനിയും ജാസിലും ഫസ്റ്റ് അവർ ഉണ്ടായിരുന്നില്ലല്ലോ, എന്ത് പറ്റി? ഞാൻ ഉറങ്ങിപ്പോയി. ഹലോ, ജാസിലാണ് ഉറങ്ങിപ്പോയതോ? ഫബിന, ജാസിലാണ് സാർ. ഒന്നും കേൾക്കുന്നില്ല, ഒന്ന് കമന്റ് ചെയ്യുമോ? പറയുന്നൊന്നും കേൾക്കുന്നില്ല എനിക്ക്. ഫബിനിയോ? ഓക്കെ, ക്ലാസ്സിൽ കയറാൻ നോക്കാം കേട്ടോ. നമ്മൾ പറഞ്ഞത് FC കണക്ടിവിറ്റി സിമ്പിളാണ്, 3 കണക്ടിവിറ്റി ഓപ്ഷൻസ് പറഞ്ഞു. അപ്പം FC ആർക്കിടെക്ചറിൽ ജസ്റ്റ് തുടങ്ങി, അതിൽ നമ്മുടെ FC പ്രോട്ടോകോൾ സ്റ്റാക്ക്,
ഓക്കെ, എഫ് സി പ്രോട്ടോകോൾ സ്റ്റാക്ക് 5 ലെയേഴ്സിലായിട്ടാണ് ഉള്ളത്. ഓക്കെ, നമ്മൾ OSI ലെയേഴ്സ് ഒക്കെ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ? അല്ലേ? പഠിച്ചിട്ടില്ലേ? ഓക്കെ, അതുപോലെ തന്നെയുള്ളൂ ഇതും. എഫ് സി ആർക്കിടെക്ചറുടെ കാര്യങ്ങളാണ്. എഫ് സി പ്രോട്ടോകോൾ സ്റ്റാക്കാണ്, 5 ലെയേഴ്സിലായിട്ടാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ എഫ് സി 0 വരുന്നത് ജസ്റ്റ് സ്പീഡ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. എഫ് സി 1 ഡീകോഡ് ആൻഡ് എൻകോഡ്, എഫ് സി 2 ഫ്രെയിമിംഗ് ഓർ ഫ്ലോ കൺട്രോൾ, എഫ് സി 4 നമ്മുടെ ഇൻ്റർഫേസസ്. ഓക്കെ, ഇവിടെ അപ്പർ ലെയർ പ്രോട്ടോകോൾ മാപ്പിംഗ് എന്നും പറയാം. ഓക്കെ, അപ്പർ ലെയർ പ്രോട്ടോകോൾ മാപ്പിംഗ്. ദെൻ ഇവിടെ FC3 ഇല്ല കേട്ടോ, വിച്ച് ഈസ് നോട്ട് ഇംപ്ലിമെൻറ്റഡ്. ഓക്കെ, അല്ല ഏറ്റവും ഫൈനലായിട്ട് ആപ്ലിക്കേഷൻ. ഓക്കെ, ലെയർ കമ്മ്യൂണിക്കേഷൻ മോഡലാണ്. So FC4 uppermost layer in the FCP stack, it defines the application interfaces and the way upper layer protocols are mapped to the lower FC layers. Okay. അപ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള പ്രോട്ടോകോൾസ് എന്ന് പറയുന്നത് SCSI, HIPPI. SCSI, HIPPI അതായത് ഹൈ പെർഫോമൻസ് പാരലൽ ഇൻ്റർഫേസ്. ഹൈ പെർഫോമൻസ് പാരലൽ ഇൻ്റർഫേസ്, HIPPI. ഹൈ പെർഫോമൻസ് പാരലൽ ഇൻ്റർഫേസ് ഫ്രെയിമിംഗ് പ്രോട്ടോകോൾ. ദെൻ ESCON, എൻ്റർപ്രൈസ് സ്റ്റോറേജ് കണക്ടിവിറ്റി. Enterprise Storage Connectivity, ESCON, Enterprise Storage Connectivity, ATM Asynchronous Transfer Mode and IP. Okay, so ഈ പ്രോട്ടോകോൾസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ FC2 ലെയർ എന്ന് പറയുമ്പം framing or flow control. That means it provides fiber channel addressing, structure and organization of data. Okay, frame, sequence and exchanges. Okay, it also defines fabric services, classes of services, flow control and routing. Okay, okay, FC2 അവിടെ എഴുതി വെച്ച പോലെ തന്നെ ഫ്രെയിമിംഗ് ഓർ ഫ്ലോ കൺട്രോൾ അത് തന്നെയാണ് ആ ഒരു ലെയർ ചെയ്യുന്നത്. ദെൻ FC1 എൻകോഡ് ഓർ ഡീകോഡ് എന്തായിരിക്കും? How data is encoded prior to transmission and decoded upon receipt. ഓക്കെ, അപ്പോൾ ഒരു ട്രാൻസ്മിഷൻ നോഡ് 8-bit ക്യാരക്ടേഴ്സിലായിരിക്കും 8-bit ക്യാരക്ടേഴ്സിലായിരിക്കും ഉണ്ടാവുക. പിന്നീട് അതൊരു 10-bit ക്യാരക്ടേഴ്സിലേക്ക് എൻകോഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ റിസീവറിൽ എന്തായിരിക്കും? ഈ ഒരു 10-bit ക്യാരക്ടർ ആയിരിക്കും റിസീവ് ചെയ്യുക. അത് പിന്നെ ഒറിജിനൽ 8-bit ക്യാരക്ടറിലേക്ക് ഡീകോഡ് ചെയ്യേണ്ടി വരും അല്ലേ? ഓക്കെ, സോ ഇത് മീൻസ് ഇവിടെ ഈ FC1 ലെയറിൽ നമ്മുടെ ഈ ഫ്രെയിം ഡീലിമിറ്റേഴ്സ് അതൊക്കെയും ഉണ്ടാവും. ഓക്കെ, ഈ FC1 ലെയർ ആയിരിക്കും ഈ ഒരു ട്രാൻസ്മിഷൻ വേർഡ്സ് ഒക്കെ ഡിഫൈൻ ചെയ്യുക. ഇപ്പോൾ എൻഡ് ഓഫ് ദ ഫ്രെയിം, സ്റ്റാർട്ട് ഓഫ് ദ ഫ്രെയിം അതുപോലുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, അതുകൂടാതെ ഇത് ലിങ്ക് ഇനീഷ്യലൈസേഷൻ ആൻഡ് എറർ റിക്കവറി അതും പെർഫോം ചെയ്യും. ഓക്കെ, സോ FC1 എൻകോഡ് ഓർ ഡീകോഡ്, ദെൻ ഡിഫൈനിങ് or identify the start and end of the frame, and it also performs link initialization and error recovery. Then last ആണ് FC0 layer, lowest layer in the FCP stack. So ഇവിടെ physical interface media ആണ്, transmission of bits. Okay, so ഈ specification, this FC0 specification includes cables, connectors and optical and electrical parameters for a variety of data rates. Okay, അപ്പം ഇവിടെ FC transmission can use both electrical and optical. Okay, അപ്പോൾ അവിടെ കൊടുത്തിട്ടുള്ള ഡാറ്റ റേറ്റ്സ് അതാണ് 1 GB per second, 2 GB per second, 4 GB per second, 8 GB per second. Okay, so fiber channel protocol stack ഈ 5 layers ഉള്ളൂ. FC3 ഇല്ല, it is not implemented. Okay, hello.
ഓക്കെ ആണോ? റെസ്പോണ്ട് ചെയ്യൂ. ഓക്കെ, ഫൈബർ ചാനൽ പ്രോട്ടോകോൾ സ്റ്റാക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ജസ്റ്റ് ഈ 5 ലെയേഴ്സ് പഠിക്കേണ്ട കാര്യമേ ഉള്ളൂ, വലിയ കാര്യമൊന്നുമല്ല. നമ്മൾ OSI ലെയർ 7 ലെയേഴ്സൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് നിസ്സാരമാണ്. ഓക്കെ, ഇങ്ങനത്തെ കുറേ കുഞ്ഞു കാര്യങ്ങൾ കൂടിയിട്ടുള്ളതാണ് തേർഡ് മൊഡ്യൂളിൽ. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂസ് ചെയ്യാതെ കറക്റ്റ് തന്നെ പഠിക്കുക, കറക്റ്റായിട്ട് തന്നെ എഴുതുക. ഓക്കെ, പിന്നെ നെക്സ്റ്റ് വരുന്നത് അഡ്രസ്സിംഗ് ആണ്. ഫൈബർ ചാനൽ അഡ്രസ്സിങ്. ഓക്കെ, അപ്പോൾ ഫൈബർ ചാനൽ ഒരു പോർട്ട് ലോഗ് ചെയ്യുമ്പോൾ തന്നെ അതിന് ഡൈനാമിക് ആയിട്ട് അഡ്രസ്സ് വരുന്നുണ്ട്. ഓക്കെ, അപ്പം അത് ഈ ഒരു ഫോർമാറ്റിലാണ് വരുന്നത്. ആദ്യം ഡൊമൈൻ ഐ ഡി എവിടെ ഉണ്ടാവുക? സ്വിച്ചിനാണ് ഉണ്ടാവുക. നേരത്തെ നമ്മൾ പറഞ്ഞു SW പറയുന്ന സമയത്ത് പറഞ്ഞു ഓരോ സ്വിച്ചിനും യുണീക്ക് ഡൊമൈൻ ID ഉണ്ടാവും. ഓക്കെ, ദെൻ ഏരിയ ID എന്ന് പറയുന്ന സമയത്ത് എന്ന് പറയുന്ന സമയത്ത് ടു ഐഡൻറ്റിഫൈ എ ഗ്രൂപ്പ് ഓഫ് സ്വിച്ച് പോർട്സ് യൂസ്ഡ് ഫോർ കണക്റ്റിംഗ് നോട്ട്സ്. ഒരു ഗ്രൂപ്പ് ഓഫ് സ്വിച്ച് പോർട്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏരിയ ID. ദെൻ ലാസ്റ്റ് പോർട്ട് ID ഐഡൻറ്റിഫൈസ് ദ പോർട്ട് വിത്തിൻ ദ ഗ്രൂപ്പ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്വിച്ചിൻ്റെതാണ് ഡൊമൈൻ ID, ദെൻ ഗ്രൂപ്പ് ഓഫ് പോർട്സിൻ്റെയാണ് ഏരിയ ID, ദെൻ പോർട്ട് ID എ പോർട്ട് വിത്തിൻ ദ ഗ്രൂപ്പ്. ഓക്കെ, ഇങ്ങനെയാണ് ഫൈബർ ചാനൽ അഡ്രസ്സിങ് ഉണ്ടാവുന്നത്. ഓക്കെ, സാധാരണ കണ്ടുവരാറുള്ള ഫോമാറ്റ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ FC കണക്ടിവിറ്റി പഠിച്ചു, 3 പോയിന്റ് ടു പോയിന്റ്, FCAL, FCSW. ഓക്കെ, പിന്നെ FC ആർക്കിടെക്ചറിലെ ഫൈബർ ചാനൽ പ്രോട്ടോകോൾ സ്റ്റാക്കും ഫൈബർ ചാനൽ അഡ്രസ്സിങ്ങും പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്ര മതി, ബാക്കി നാളെ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ.